നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ടിൽ നിന്നും അയോധ്യയിൽ ക്ഷേത്രങ്ങളുടെ മ്യൂസിയം നിർമ്മിക്കാനുള്ള ടാറ്റ സൺസിന്റെ നിർദ്ദേശത്തിന് ഉത്തർപ്രദേശ് സർക്കാർ ചൊവ്വാഴ്ച അംഗീകാരം നൽകി. ഇന്ത്യൻ ടെമ്പിൾ മ്യൂസിയം എന്ന് വിളിക്കപ്പെടുന്ന ഇത് അയോധ്യയിലെ സദർ തഹസിലെ മഞ്ച ജംതാര ഗ്രാമത്തിൽ 650 കോടി രൂപ ചെലവിൽ നിർമ്മിക്കും. സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 100 കോടി രൂപ കൂടി ചെലവഴിക്കും. 1 രൂപ ടോക്കൺ തുകയ്ക്ക് 90 വർഷത്തെ പാട്ടത്തിന് മ്യൂസിയത്തിന് സ്ഥലം നൽകും. അത്യാധുനിക മ്യൂസിയം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുകയും ഇന്ത്യയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ ചരിത്രവും വാസ്തുവിദ്യയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം മുതൽ അയോധ്യയിൽ ഒരു ക്ഷേത്രങ്ങളുടെ മ്യൂസിയം ചർച്ച ചെയ്യപ്പെടുകയാണ്. സെപ്റ്റംബറിൽ ആദിത്യനാഥും മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പാകെ ഇത് സംബന്ധിച്ച അവതരണം നടത്തി. ക്ഷേത്ര മ്യൂസിയം എന്ന ആശയം പ്രധാനമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വിശദമായി ചർച്ച ചെയ്തു, ഒരു ഉദ്യോഗസ്ഥൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. ടാറ്റ കമ്പനികളുടെ പ്രധാന നിക്ഷേപക ഹോൾഡിംഗ് കമ്പനിയും പ്രൊമോട്ടറുമാണ് ടാറ്റ സൺസ്. പ്രവർത്തനരഹിതമായ പൈതൃക കെട്ടിടങ്ങൾ വിദേശ സഞ്ചാര കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കാനുള്ള നിർദ്ദേശത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മന്ത്രി പറഞ്ഞു. ലക്നൌവിലെ കോത്തി റോഷൻ ദുൽഹ, മധുരയിലെ ബർസാന ജൽ മഹൽ, കാൺപൂരിലെ ശുക്ല തലാബ് എന്നിങ്ങനെ 3 പൈതൃക കെട്ടിടങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കാൻ തെരഞ്ഞെടുത്തു. ഇതിനായി മുഖ്യമന്ത്രി ടൂറിസം ഫെലോഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ ഗവേഷകരെ തെരഞ്ഞെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മ്യൂസിയത്തിന് പുറമെ അയോധ്യയിൽ 100 കോടി രൂപ അധിക ചെലവിൽ വികസന പ്രവർത്തനങ്ങൾക്കായി ടാറ്റ സൺസിന്റെ മറ്റൊരു നിർദ്ദേശത്തിനും സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ലക്നൌ, പ്രയാഗ്രാജ്, കപിൽവാസ്തു എന്നിവിടങ്ങളിൽ ഹെലികോപ്റ്റർ സേവനങ്ങൾ ആരംഭിക്കുന്നതിനാണ് മന്ത്രിസഭ അനുമതി നൽകിയത്. അമൃത് യോജന 2 പ്രോഗ്രാമിന് കീഴിൽ അയോധ്യയുടെ പുറം പ്രദേശങ്ങളിൽ മലിനജല സംവിധാനം വിപുലീകരിക്കുന്നതിന് 351.40 കോടി രൂപയുടെ പദ്ധതികൾക്ക് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത നഗരവികസന മന്ത്രി AK ശർമ്മ പറഞ്ഞു. 10 ലക്ഷം ജനസംഖ്യയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അമൃത് യോജന പദ്ധതിയിലേക്കുള്ള സാമ്പത്തിക വിഹിതം 30% നിന്ന് 15% കുറച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.